ഏവർക്കും അക്കാഡമിയ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിലെ ബാക്കി ഭാഗങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു റിപ്പബ്ലിക് എന്ന ആശയത്തെക്കുറിച്ച്. എന്താണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. എന്താണ്? ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായിരിക്കും ഒരു രാജ്യത്തെ ഭരണത്തലവനെങ്കിൽ ആ രാജ്യത്തെ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക്. ഇനി ഈ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിൽ നിന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ റിപ്പബ്ലിക് സാൻ മരീനോ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് സാൻ മരീനോ ആണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് നൗറു ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൗറു ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണത്തലവനായിട്ടുള്ള രാജ്യമാണെങ്കിൽ ആ രാജ്യത്തെ റിപ്പബ്ലിക് എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് സാൻ മരീനോ ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൗറു ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ജനുവരി 26 ആചരിക്കുന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ അത് ആമുഖത്തിലാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആമുഖത്തിലാണ്. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രമാണ് മലേഷ്യ. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലേഷ്യ ആണ്. എന്നാൽ ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചത് പ്ലേറ്റോയാണ്. റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റോയാണ്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ അത് ആമുഖത്തിലാണ്. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രമാണ് മലേഷ്യ. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡ് ആണ്. റിപ്പബ്ലിക് എന്ന കൃതിയുടെ കർത്താവ് പ്ലേറ്റോ ആണ്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. ഇനി എന്താണ് മൗലികാവകാശങ്ങൾ എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. എന്താണ് മൗലികാവകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന ചില അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ 3-ാം ഭാഗത്തിൽ എത്ര മുതൽ എത്ര വരെയുള്ള ആർട്ടിക്കിളുകളാണെന്ന് ചോദിച്ചാൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏത് ഭാഗം ഏത് വകുപ്പുകളാണെന്ന് ചോദിച്ചാൽ 3-ാം ഭാഗത്തിൽ
12 മുതൽ 35 വരെയുള്ള വകുപ്പുകളാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇനി മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ 7 മൗലികാവകാശങ്ങളാണ്. ഇപ്പോൾ എന്നാൽ നിലവിലുള്ളത് 6 മൗലികാവകാശങ്ങൾ മാത്രമാണ്. അപ്പോൾ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത് 7 മൗലികാവകാശങ്ങളും എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ളത് 6 മൗലികാവകാശങ്ങളുമാണ്. എന്തെന്നാൽ സ്വത്ത് അവകാശത്തെ ഇപ്പോൾ മൗലിക അവകാശമല്ലാതെയാക്കി മാറ്റി. സ്വത്ത് അവകാശത്തെ ഇപ്പോൾ മൗലിക അവകാശമല്ലാതെയാക്കി മാറ്റി. ഭരണഘടനയുടെ 44-ാം ഭേദഗതി പ്രകാരം സ്വത്ത് അവകാശത്തെ ഒരു നിയമാവകാശമാക്കി മാറ്റി. ഭരണഘടനയുടെ 44-ാമത് ഭേദഗതി പ്രകാരം സ്വത്ത് അവകാശത്തെ പിന്നീട് ഒരു നിയമാവകാശമാക്കി മാറ്റുകയായിരുന്നു. ഇപ്പോൾ സ്വത്ത് അവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 300A-യിലാണ്. അപ്പോൾ സ്വത്ത് അവകാശം ഇപ്പോൾ എന്തല്ല, ഒരു മൗലിക അവകാശമല്ല, വെറും ഒരു നിയമാവകാശം മാത്രമാണ്. ആ നിയമാവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളെയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 6 മൗലികാവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ സ്വത്ത് അവകാശത്തെ ഇപ്പോൾ മൗലിക അവകാശമല്ലാതെയാക്കി മാറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാമത് ഭരണഘടന ഭേദഗതി പ്രകാരം സ്വത്ത് അവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും അതിനെ ഒരു നിയമാവകാശമാക്കി മാറ്റുകയും ചെയ്തു. ഈ നിയമാവകാശം ഇപ്പോൾ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായി പട്ടേലാണ്. ഇനി നമുക്ക് സർദാർ വല്ലഭായി പട്ടേൽ എന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നോക്കാം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായി പട്ടേൽ തന്നെയാണ്. അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. അദ്ദേഹം 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാഡിലാണ് ജനിച്ചത്. അദ്ദേഹം 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാഡിലാണ് ജനിച്ചത്. 2014 മുതൽ സർദാർ വല്ലഭായി പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിച്ചു വരുന്നു. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1875 ഒക്ടോബർ 31 ഒക്ടോബർ 31 2014 മുതൽ നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. അപ്പോൾ ഒക്ടോബർ 31 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായി പട്ടേലിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 31.
ആ ദിവസം നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നു. എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ 2014 മുതലാണ് ഇത്തരത്തിൽ ആചരിച്ചു വരുന്നത്. 1928 ബെർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. 1928 ബെർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളന അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേലാണ്. അതുപോലെ തന്നെ അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം 1875 ഒക്ടോബർ 31 ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 31 അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിച്ചു വരുന്നു. 2014 മുതലാണ് ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നത്. 1928 ബെർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളന അധ്യക്ഷനായിരുന്നു സർദാർ പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് സർദാർ പട്ടേലിനെയാണ്. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ പട്ടേലാണ്. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ പട്ടേലാണ്. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷങ്ങളും എന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് അദ്ദേഹമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരുപാട് ചെറിയ ചെറിയ കമ്മിറ്റികൾ ഉണ്ടെന്ന് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. അതിൽ മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷങ്ങളും അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് എന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ഗാന്ധിജിയാണ്. അദ്ദേഹത്തിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. അപ്പോൾ ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ വിശേഷണമുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ പട്ടേലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷങ്ങളും എന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു സർദാർ പട്ടേൽ. അദ്ദേഹത്തിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ഗാന്ധിജിയാണ്. 1946 ഇടക്കാല മന്ത്രിസഭയിൽ ആഭ്യന്തരം, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഇദ്ദേഹമാണ്. 1946 ഒരു ഇടക്കാല മന്ത്രിസഭ ഇന്ത്യയിൽ നിലവിൽ വന്നു. ആ മന്ത്രിസഭയിൽ ആഭ്യന്തരം, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് സർദാർ പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയിലെ ഉപമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം മരണമടഞ്ഞത് 1950 ഡിസംബർ 15 അദ്ദേഹം മരണമടഞ്ഞത് 1950 ഡിസംബർ 15 പിന്നീട് അദ്ദേഹത്തിന് 1991 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുകയുണ്ടായി. 1950 ഡിസംബർ 15 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന് 1991 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിക്കുകയുണ്ടായി.
അപ്പോൾ 1946 ഇടക്കാല മന്ത്രിസഭയിൽ ആഭ്യന്തരം, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് സർദാർ പട്ടേലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സർദാർ പട്ടേൽ. അദ്ദേഹം 1950 ഡിസംബർ 15 മരണപ്പെട്ടു. 1991 മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. സർദാർ പട്ടേൽ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിക്കരയിലാണ്. സർദാർ പട്ടേൽ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിക്കരയിലാണ്. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു മിസ്റ്റേക്ക് വന്നതാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ല, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ്. ആ പ്രതിമയുടെ ഉയരം 182 മീറ്റർ ആണ്. ആ പ്രതിമയുടെ ഉയരം 182 മീറ്റർ ആണ്. അപ്പോൾ സർദാർ പട്ടേൽ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിക്കരയിലാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ അതിന് 182 മീറ്റർ ഉയരമാണ് ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് സാധുബേഡ് എന്ന ദ്വീപിലാണ്. സർദാർ പട്ടേൽ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് സാധുബേഡ് എന്ന ദ്വീപിലാണ്. ഈ പ്രതിമയുടെ ആർക്കിടെക്റ്റായ വ്യക്തിയാണ് ജോസഫ് മെന്ന. ഈ പ്രതിമയുടെ ആർക്കിടെക്റ്റ് ജോസഫ് മെന്നയാണ്. പ്രതിമയുടെ ഡിസൈനർ റാംവി സുധർ ആണ്. അപ്പോൾ ആർക്കിടെക്റ്റ് ആണ് ജോസഫ് മെന്ന, ഡിസൈനർ ആയിരുന്ന വ്യക്തിയാണ് റാംവി സുധർ. ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് 2018 ഒക്ടോബർ 31 നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് സാധുബേഡ്. പ്രതിമയുടെ ആർക്കിടെക്റ്റ് ജോസഫ് മെന്നയും ഡിസൈനർ ആയിരുന്ന വ്യക്തി റാംവി സുധറുമാണ്. ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഒക്ടോബർ 31 പ്രത്യേകത നമുക്കറിയാം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ്. 2014 മുതൽ നമ്മളിത് രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിച്ചു വരുന്നു. അതുകൂടാതെ തന്നെ 2018 ഒക്ടോബർ 31 അദ്ദേഹത്തിന്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പട്ടേലിന്റെ ജന്മസ്ഥലമാണ് ഗുജറാത്തിലെ നാദിയാട്. പട്ടേലിന്റെ ജന്മസ്ഥലമാണ് ഗുജറാത്തിലെ നാദിയാട്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമാണ് കരംസാദ്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കരംസാദിലാണ്. സർദാർ പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. സർദാർ പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. അപ്പോൾ പട്ടേലിന്റെ ജന്മസ്ഥലമാണ് ഗുജറാത്തിലെ നാദിയാട്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമാണ് കരംസാദ്. സർദാർ പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലാണ്. ഇനി ഏതൊക്കെയാണ് നമുക്ക് മൗലിക അവകാശങ്ങൾ എന്ന് പരിചയപ്പെടാം. നമ്മൾ പറയുകയുണ്ടായി, നിലവിലിപ്പോൾ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 44 ഭേദഗതി പ്രകാരം സ്വത്ത് അവകാശത്തെ മൗലിക അവകാശമല്ലാതാക്കി മാറ്റുകയും ഇപ്പോൾ അത് ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമാവകാശമാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മറ്റുള്ള 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പരിചയപ്പെടുന്നത്. ആദ്യത്തേതാണ് സമത്വത്തിനുള്ള അവകാശം. ആദ്യത്തെ അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. അത് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. രണ്ടാമത്തേതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്.
മൂന്നാമത്തേതായിട്ടുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 23-ലും 24-ലുമാണ്. അടുത്തതായിട്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29-ഉം 30-ഉമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. അത് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 32-ലാണ്. അപ്പോൾ 6 മൗലികാവകാശങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് സമത്വത്തിനുള്ള അവകാശം, രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്, 6 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അത്തരത്തിൽ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിൽ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ കുറച്ച് ഭാഗങ്ങളാണ് പഠിച്ചത്. ഇത്രയും വിവരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭരണഘടനയുടെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.